യഥാർത്ഥ ഹനുമാനല്ല രാമായണത്തിലുള്ള ഹനുമാൻ. യഥാർത്ഥ ഹനുമാൻ എന്ന് പറയുന്നത് 5 മുഖമാണുള്ളത്. പഞ്ചമുഖ ഹനുമാൻ. ഈ പഞ്ചമുഖ ഹനുമാൻ ശിവന്റെ ഒരു ദേവതാ സങ്കല്പം തന്നെയാണ്. വയനാടൻ രാമായണത്തിൽ ഈ ആഭിചാരത്തിന്റെ കഥകൾ നിറയുണ്ട്. കുടകിലാണ് രാമനും ലക്ഷ്മണനും ജനിക്കുന്നത്. കേരളത്തിന്റെ മണ്ണില് കാല് വെച്ച ഉടനെ രാവണനും ലക്ഷ്മണനും തമ്മിൽ അടിയാവും. സീത രാവണനെ കണ്ട് സ്നേഹിച്ച് രാവണന്റെ കൂടെ അഗ്നിബീജവും ജലബീജത്തിന്റെയും കൂടെ ഒരു പ്രത്യേക കോമ്പിനേഷനാണ് ഈ രാമ. ഈ ദശരഥന് മകൻ ജനിക്കുന്നതിന് മുമ്പേ രാമമന്ത്രം നിലവിലുണ്ട്. ഈ രാമ എന്നുള്ളതൊരു മന്ത്രമാണ്. അതുകൊണ്ടാണ് ഈ രാമനാമം ജപിക്കണം എന്ന് പറയുന്നത്. ഈ ഹനുമാൻ മുറിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കത്തില്ല, ചതയ്ക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കും. ചാത്തനും വടിയാണ് ഉപയോഗിക്കുന്നത്. ആദി ഹനുമാൻ കുരങ്ങൊന്നുമല്ല. ഈ രാവണനും ഹനുമാനും നേരിട്ട് ഏറ്റുമുട്ടുന്ന രംഗം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ശൂർപ്പണഖ അല്ലാതെ ഒരു രാക്ഷസി വെറുതെ വന്ന് അവിടെ ഒളിച്ചിരുന്ന് പിന്നെ അവരുടെ മുമ്പിലേക്ക് ചാടി വീണ് ഇങ്ങനെ ചെല്ലുന്ന നമ്മൾ ഈ ഇതിനകത്ത് കാണുന്ന ഹ ഹ ഹ എന്ന് പറയുന്ന രാക്ഷസിയല്ല. മണ്ഡോദരിയുടെ സൗന്ദര്യമൊന്നും ഒരിക്കലും സീതയ്ക്കില്ല. രാമൻ പരാജയപ്പെട്ട ഒരു മനുഷ്യനല്ലേ? വീരസ്വർഗമാണോ രാമന് കിട്ടിയത്? എങ്ങനെയായിരുന്നു രാമന്റെ അവസാനം? ഹിന്ദു സമൂഹത്തിനൊരു മാതൃകയാണ്. രാമായണത്തിനെ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് രാമന്റെ അന്ത്യകാലം ഒരു മാതൃകയാണോ? നമ്മൾ ഹനുമാനെ പറ്റി സംസാരിക്കേണ്ടി സതീശ് ഹനുമാനെ പറ്റി പരാമർശിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും. ഹനുമാൻ എന്ന ഒരു പ്രതീകം രാമായണത്തിലും ഇപ്പം എനിക്ക് തോന്നുന്നു ഹനുമാനും അശുദ്ധമാവും. ഇത് ഇവർക്ക് രണ്ടും അശ്വത്ഥാമാവാണ് അല്ലേ? അതെ, അശ്വത്ഥാമാവും ആണ് നമ്മുടെ പുരാണങ്ങളിൽ മരണമില്ലാതെ ജീവിക്കുന്ന 2 പ്രതീകങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഹനുമാനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കണം. ഈ യഥാർത്ഥ ഹനുമാനല്ല രാമായണത്തിലുള്ള ഹനുമാൻ. ആദി ഹനുമാൻ എന്ന, ഞാനിത് ഒരിക്കൽ ഫേസ്ബുക്ക് പോസ്റ്റായിട്ടിട്ടു. ഒരുപാട് പേര് വന്ന് അത്ഭുതത്തോടെ, ഇപ്പോഴും എൻ്റെ ഫേസ്ബുക്കിൽ ഈ ആദി ഹനുമാന്റെ വിശദമായ കഥ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. നമ്മൾ പറയുന്നത് ആദി ഹനുമാനെ കുറിച്ച്. രാമായണത്തിലുള്ളത് ഈ ഹനുമാനെ ഉപാസിച്ച് സ്വാംശീകരിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒരു ദേവതാ സങ്കല്പത്തിലൂടെ ആ ശക്തി ആവാഹിച്ച വ്യക്തിയാണ് രാമായണത്തിൽ. യഥാർത്ഥ ഹനുമാൻ എന്ന് പറയുന്നത് 5 മുഖമാണുള്ളത്. പഞ്ചമുഖ ഹനുമാൻ. അത് ചില സ്ഥലത്ത് പ്രതിഷ്ഠയുണ്ട്. ഈ പഞ്ചമുഖ ഹനുമാൻ ശിവന്റെ ഒരു ദേവതാ സങ്കല്പം തന്നെയാണ്. രുദ്രാംശമാണ് ഹനുമാൻ. ഈ രുദ്രാംശമായിട്ടുള്ള ഈ ഹനുമാന്റെ കുറേ പ്രത്യേകതകളുണ്ട്. ഹനുമാൻ നമ്മുടെ ശരീരത്തിൽ തന്നെ 5 പ്രാണനുകളുടെ ഏറ്റവും ശക്തമായ കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് ഈ പഞ്ചമുഖം വരുന്നത്. ശരീരത്തിലെ 5 പ്രാണനുകളുടെ ഏകോപിക്കുമ്പോൾ കിട്ടുന്ന ശക്തിയാണ് ഹനുമാൻ എപ്പോഴും മനസ്സ്, വാക്ക്, പ്രവൃത്തി, ഈ 3 കാര്യങ്ങളുടെയും കൂടെ കോമ്പിനേഷനുള്ള ഒരാളാണ് ഹനുമാൻ. മനസ്സ്, വാക്ക്, പ്രവൃത്തി. ആ മനസ്സ്, വാക്ക്, പ്രവൃത്തിയുടെ ഏകോപനത്തിനെ ആണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അല്ലാതെ ലൈംഗികത ഇല്ലാതിരിക്കുന്നതല്ല ബ്രഹ്മചര്യം. ഈ രാമായണത്തിലെ രാമന്റെ സഹായിയായിട്ട് നിൽക്കുന്ന ഹനുമാന് ഒരു മകനുണ്ട്. മകരധ്വജൻ എന്നാണ് പേര്. അതേ പേരിൽ സിദ്ധമകരധ്വജം എന്ന് പറഞ്ഞിട്ടൊരു ഹനുമാന്റെ ഭാര്യ ഒരു മകരമത്സ്യത്തിൽ നിന്നുണ്ടായതാണെന്നാണ് പറയുന്നത്. ഭാര്യയുടെ പേരൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് മകരധ്വജൻ. ഹനുമാൻ പറന്നുപോയ സമയത്ത് ഹനുമാന്റെ ശരീരത്തിൽ നിന്നൊരു ജലാംശം വീഴുകയും അതൊരു മത്സ്യം വിഴുങ്ങുകയും, അതായത് ഒരു മകനുണ്ട്. കൂടുതൽ അതിനകത്ത് ഡെക്കറേഷൻ ഇല്ല. രാമായണത്തിലെ രാമന്റെ ഒപ്പം നടക്കുന്ന ഹനുമാൻ ഒരു പുത്രനുണ്ട്. ഈ ആദി ഹനുമാനാണ് ഈ പഞ്ചമുഖ. ആ ഹനുമാൻ എന്ന് പറയുന്നത് ശരീരത്തിലെ മഹാപ്രാണനാണ്. ഈ ഹനുമാൻ്റെ ഒരു പ്രത്യേകത, മുറിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കത്തില്ല. വാമഹസ്തം ഗദായുക്തം എന്നാണ്. ചതയ്ക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കും. ചാത്തനും വടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കളരിയിൽ ചാത്തൻ വടി എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം തന്നെയുണ്ട്. വടിയാണ് ഹനുമാന്റെയും ഈ പറയുന്ന ഈ വലുതായിട്ടിരിക്കുന്ന ഗദയുണ്ടല്ലോ, ആ ഗദ പ്രാക്ടീസ് ചെയ്യാൻ, വ്യായാമത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. യഥാർത്ഥത്തിൽ ഹനുമാനാണ് ഈ വടിപ്പയറ്റിൻ്റെ
ഈ ഹനുമാൻ ഈ കുരങ്ങുകൾ ചാടുന്നത് പോലുള്ള ചാട്ടമാണ് ഈ വടിപ്പയറ്റിനകത്ത് ഉപയോഗിക്കുന്നത്. ആ അതായത് ഞങ്ങളുടെ കളരിയിലെ കാര്യമാണ് പറയുന്നത്. ആ വടിപ്പയറ്റൊക്കെ ഹനുമാനെ സങ്കല്പിച്ചുകൊണ്ട് ഉള്ളതാണ്. ഈ ഹനുമാന്റെ ഏറ്റവും പ്രത്യേകത, ഹനുമാൻ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളെല്ലാം വാതരോഗത്തിനുള്ളതാണ്. ശരീരത്തിലെ വാതതത്വത്തിൻ്റെ പ്രതീകമാണ് ഈ ആദി ഹനുമാൻ. ആ വാതതത്വം പിത്തത്തിനെ തോളിലെടുത്തുകൊണ്ട്, അതായത് പിത്തം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ വൈഷ്ണവ കലയാണ്, മഹാവിഷ്ണു അല്ല എന്ന് ഓർത്തോണം. ശരീരത്തിലെ വൈഷ്ണവ കലയെ മുകളിലേക്ക് ഉയർത്തുന്ന വാദമാണ് പിത്തത്തിനെ ഉയർത്തിക്കൊണ്ടുപോകുന്നത്. ഹനുമാന് കൊടുക്കുന്ന എല്ലാ വസ്തുക്കളും, വെറ്റില, എരിക്കിൻ്റെ ഇല, മുഴുവൻ വസ്തുക്കളും വാതരോഗത്തിനും വേദനാ നിവാരണത്തിനുമുള്ള സാധനങ്ങളാണ്. ഈ സംസ്കൃതവുമൊക്കെ ഉണ്ടാകുന്നതിനുമൊക്കെ മുമ്പേ ഹനുമാന്റെ പ്രാദേശികമായിട്ടുള്ള സങ്കല്പമുണ്ട്. അതാണ് ഈ ഇത് ഹനുമാൻ ചാലീസ. ഹനുമാൻ ചാലീസ, ഈ ഹനുമാൻ ഭൂതപ്രേത പിശാശി നികടിനഹിയാവേ ഹനുമന്ത വീര ജപ നാമസുനാവേ നാശേ രോഗഹരെ, എല്ലാ രോഗങ്ങളെയും, മാനസിക രോഗത്തിന്, ഉന്മാദ രോഗത്തിന് ഒക്കെ ഈ ഹനുമാൻ എന്ന് പറയുന്ന തത്വത്തിനെ പഠിച്ചാലേ ചികിത്സിക്കാൻ പറ്റൂ. എന്തായിരിക്കും ഇതിനൊരു നമ്മളൊരു കുരങ്ങിന്റെ രൂപം കൊടുക്കാൻ കാര്യം? കുരങ്ങിന്റെ രൂപം ഹനുമാന് പറയുന്നില്ല. ആദി ഹനുമാൻ കുരങ്ങൊന്നുമല്ല. അല്ല, ആദി ഹനുമാൻ രുദ്രാംശമായിട്ടുള്ള ഒരു അതിനെ ഉപാസന ചെയ്ത ആളാണ് ഹനുമാന്റെ പിതാവ്. യാദൃശ്ചികമായിട്ട് ആ വാക്ക് ശബ്ദം എൻ്റെ നാക്കിൽ വന്നില്ല. ഹനുമാന്റെ പിതാവ് അങ്ങനെ രൂപപ്പെട്ടതാണ് ഈ ഹനുമാൻ. കുരങ്ങാണ് എന്നൊരിടത്തും പറയുന്നില്ല. ഹനുമാൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പഞ്ചമുഖ ഹനുമാനെ സാക്ഷാത്കരിച്ച, ആദി ഹനുമാനെ സാക്ഷാത്കരിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കരുത്ത് ഈ രാവണനും ഹനുമാനും നേരിട്ട് ഏറ്റുമുട്ടുന്ന രംഗമുണ്ട്. അപ്പോൾ ഹനുമാനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ അത് അത്തരത്തിലുള്ള കുറെ അടവുകളൊക്കെ ഉണ്ട്. ഈ ഡെഡ് ലോക്ക് എന്നൊക്കെ വിളിക്കുന്ന ലോക്കൊക്കെ ആ ഫൈറ്റിങ്ങിൽ നിന്ന് വന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രാവണന്റെ ഒറ്റയടിക്ക് ഹനുമാൻ അങ്ങ് വീഴും. അപ്പൊ രാവണൻ അവിടെ നോക്കി നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ ഹനുമാൻ എഴുന്നേക്കും. ഹനുമാൻ എഴുന്നേറ്റിട്ട് രാവണൻ ചിന്തിക്കുന്നതിന് മുമ്പ് ഹനുമാൻ തിരിച്ചടിക്കും. ഹനുമാന്റെ അതിശക്തമായ ഇടി, വജ്രമുഷ്ടി കൊണ്ടുള്ള ഇടിയേറ്റ് രാവണന്റെ ബോധം പോയി. കുറച്ച് സമയം കഴിഞ്ഞ് രാവണൻ കണ്ണു തുറന്നപ്പോൾ ഹനുമാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ രാവണൻ ചോദിച്ചു, നീ എന്താടാ കരയുന്നേ? അപ്പൊ ഹനുമാൻ പറഞ്ഞു, എൻ്റെ ഇടി കൊണ്ടിട്ട് ഒരാൾ ജീവനോട് എഴുന്നേറ്റ് വരുന്നത് ആദ്യമാണ്. അപ്പൊ ഈ രണ്ട് കരുത്തന്മാരുടെ കരുത്ത്, അവരുടെ ഏറ്റുമുട്ടലുകൾ, അതിൻ്റെ ഇടയിലുള്ള അവരുടെ സംഭാഷണങ്ങൾ, രാമായണം നമുക്ക് തരുന്നത് നിതാന്ത ശത്രുതയല്ല. ഈ പറഞ്ഞ രാമായണം എന്തൊക്കെയാണ് നമുക്ക് തരുന്നത് എന്ന് ഞാൻ എൻ്റെ ഈ സംഭാഷണത്തിലൂടെ പറയാൻ ശ്രമിച്ചത്. 3 ഗുരുക്കന്മാരുടെ വികസിക്കുന്ന ഒരു കഥയാണ് രാമായണം. അഗസ്ത്യ മഹർഷി 7 സമുദ്രങ്ങൾ കോരി കുടിച്ചതുപോലെ കോരി കുടിക്കേണ്ട ഒന്നാണ് രാമായണം. ഓരോ ഭാരതീയൻ്റെയും മൗലികമായ അന്തസത്തയുടെ അടയാളപ്പെടുത്തലുകളാണ് രാമായണത്തിലിരിക്കുന്നത്. അത് നമ്മളുടെ പാരമ്പര്യമാണ്. അല്ല, ഇത്രയും ശ്രേഷ്ഠനായ രാവണൻ എന്തിനാണ് ഈ സീതനെ അടിച്ചോണ്ട് പോയത്? രാവണന്റെ സാമ്രാജ്യം, അതായത് ഭാരതം എന്ന് പറയുന്നത് 51 പ്രവിശ്യകൾ കൂടിച്ചേരുന്നതാണ് ഭാരതം. അംഗം, വംഗം, കലിംഗം, സൗരാഷ്ട്രം, മഹാരാഷ്ട്രം, കാമരൂപം, കാശ്മീരം, ദ്രാവിഡം, കർണാടകം, നേപ്പാളം, ഇങ്ങനെ 51 പ്രവിശ്യകൾ ചേർന്നതാണ് ഭാരതവർഷം. അതിനകത്ത് ഇപ്പോഴുള്ള ഇന്തോനേഷ്യ, മലേഷ്യ ഒക്കെ വരുമെന്ന് തോന്നുന്നല്ലേ? ഇല്ല, അത് വേറൊരു കാലഘട്ടത്തിൽ വന്നു. അപ്പൊ ഈ ഭാരതവർഷം എന്ന് പറയുന്നതിന്റെ 2 സാംസ്കാരികമായിട്ടുള്ള ഗാന്ധാരം വരും. ഞാനിപ്പോ പറഞ്ഞതിനകത്ത് ഗാന്ധാരമുണ്ട്. ഗാന്ധാരം മുതൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന മുഴുവൻ ഹിമാലയവും വരും. ടിബറ്റ് ഉൾപ്പെടുന്ന
മുഴുവൻ ഹിമാലയവും വരുന്ന ഒരു ഭാരതവർഷമുണ്ട്. ആ ഭാരതവർഷത്തിൻ്റെ പുറത്തേക്ക് ഇപ്പോൾ ഇന്ന് അമേരിക്കയുണ്ട്, ചില രാജ്യങ്ങൾ, ഇപ്പോൾ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു ബ്രിട്ടൻ, ഗ്രേറ്റ് ബ്രിട്ടൻ ഉണ്ട്, പലയിടത്തും അവരുടെ കോളനികളുണ്ടായിരുന്നു. ആ കോളനികളിലൊക്കെ ബ്രിട്ടൻ്റെ ജീവിത രീതികൾ, ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക ഒരു ഉദാഹരണമാണ്. അതേപോലെ ഭാരതത്തിനെ സാംസ്കാരികമായിട്ട് അംഗീകരിച്ച ബാലി, ഇന്തോനേഷ്യ, മലയ, ജാവ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രവിശ്യകൾ വേറെയുണ്ട്. ഈജിപ്റ്റ് ഒക്കെ ഭാരതീയമായ ആശയങ്ങളെ സ്വീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ പറയുന്നത് ഭാരതവർഷം എന്ന് പറയുന്ന ഏകീകൃതമായ ഒരു ഭൂപ്രദേശമുണ്ട്. സാംസ്കാരികമായി അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ, എവിടെയാണോ ഭാഷകൾക്ക് വലിയ സാമ്യമുള്ളത്, എവിടെയാണോ എല്ലായിടത്തും ശക്തിപീഠങ്ങളുള്ളത്, ഈ ശക്തിപീഠങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അതാണ് ഭാരതവർഷം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ. അതിൻ്റെ ചക്രവർത്തിയാകുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ പറ്റൂ. ആ ചക്രവർത്തിയാകുന്നതിന് എല്ലാവരുടെയും മറ്റ് രാജാക്കന്മാരുടെ അംഗീകാരം വേണം. ആ അംഗീകാരം നേടാൻ വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങാണ് അശ്വമേധം, രാജസൂയം തുടങ്ങിയിട്ടുള്ള ചടങ്ങുകൾ അന്നത്തെ കാലത്ത് നടത്തും. ഇത് തികച്ചും താന്ത്രികമായ ചടങ്ങുകളാണ്. അതുകൊണ്ടാണ് ഈ അശ്വമേധത്തിനകത്തൊക്കെ ബലി വരുന്നത്. താന്ത്രികമായിട്ടുള്ള പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ്. അത് വൈദികന്മാർ പിന്നീട് അത് ഏറ്റെടുത്തു എന്നാണ്. ഈ രാമന്റെ കാലഘട്ടത്തിൽ ആ കാലത്തെ ഭാരതവർഷത്തിന്റെ ചക്രവർത്തി രാവണനാണ്. ലങ്ക ഉൾപ്പെടുന്ന അവിടെ നിന്നുകൊണ്ട് ആ ഭാരതവർഷത്തിനെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ചക്രവർത്തിയുടെ നയങ്ങളിലും നടപടികളിലും എതിർപ്പുള്ള കുറച്ച് രാജ്യങ്ങൾ, അതാണ് ഈ ലോമപാത ഭരിച്ചിരുന്ന അംഗദേശം, അയോധ്യ, കോസലം, ഇങ്ങനെയൊക്കെയുള്ള, കോസലം എന്ന് പറഞ്ഞാൽ കൗസല്യയുടെ സ്ഥലം, പിന്നെ ജനക്പൂർ സീതയുടെ സ്ഥലം, ഇങ്ങനെ കുറച്ചു പേര് ഈ രാവണന്റെ ഭരണത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവിടെ ഒരു സംഘർഷം ആ കാലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ദണ്ഡകാരണ്യം എന്ന് പറയുന്ന രാമൻ വനവാസത്തിനൊക്കെ പോകുന്ന ആ മേഖല വാസ്തവത്തിൽ രാവണന്റെ കൈവശമുള്ള, രാവണന്റെ ആധിപത്യമുള്ള സ്ഥലമാണ്. ആ ആധിപത്യത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ച ആളാണ് സീത. അതുകൊണ്ട് പിടിച്ചോണ്ട് പോയി. ശൂർപ്പണഖയ്ക്ക് എന്തായിരുന്നു അവിടെ പണി? കാട്ടിനകത്ത് നിന്ന് പിന്നെ അവിടെ വിറകൊടിക്കാൻ വന്ന ആളാണോ ശൂർപ്പണഖ? ശൂർപ്പണഖ ആ പ്രദേശത്തിന്റെ മുഴുവൻ ഗവർണർ ആയിട്ട് അവിടുത്തെ ഭരണത്തിന്റെ നേതൃത്വം ഉണ്ടായിരുന്നു. പെങ്ങളാണ്, രാവണന്റെ സഹോദരി നേരിട്ട് ഇത് ചെയ്തിരുന്ന സ്ഥലമാണ്. രാമനെയും ലക്ഷ്മണനെയും കണ്ട സമയത്ത് അവർ അന്തസ്സോടു കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. അന്തസ്സോടുകൂടി സംസാരിക്കുമ്പോൾ അവരോട് ചോദിക്കുന്നത്, നമ്മൾ എന്തിനാണ് തർക്കിക്കുന്നത്? ഈ രാമന്റെയും രാവണന്റെയും ഇത്തരത്തിലുള്ള ഒരു, നിങ്ങൾ രാമനെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം, നിങ്ങൾ തർക്കിക്കരുത്, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കൂ. ഈ രണ്ട് കരുത്തുറ്റ വ്യക്തികൾ ശത്രുക്കളാകുന്നതിന് പകരം എൻ്റെ വിവാഹത്തിലൂടെ നിങ്ങൾ ഒന്നിക്കൂ. അത് രാമനെ സ്വാധീനിച്ച ഒരാശയമാണ്. അപ്പൊ രാമൻ പറയും, ഞാൻ വിവാഹം കഴിച്ചു പോയല്ലോ, ഇനിയിപ്പോൾ എങ്ങനെ അത് സാധിക്കുന്നത്? ഒന്നും യഥാർത്ഥത്തിൽ അന്ന് ഈ ഏകപത്നി വ്രതം, ദശരഥന് 3 ഭാര്യമാരുണ്ടായിരുന്നു. രാവണന് ഔദ്യോഗികമായിട്ട് ഒറ്റ ഭാര്യയേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നത് അന്നത്തെ കാലത്ത് ഒരു തെറ്റൊന്നും ആയിരുന്നില്ല, ഒരു കാലത്തും അത് തെറ്റായിരുന്നില്ല. അപ്പൊ ഇവിടെ ശൂർപ്പണഖ ഒരു മധ്യസ്ഥതയെ പോലെ സംസാരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ രാമൻ എന്ന് പറയുന്ന കരുത്തനായ വ്യക്തി, രാവണൻ എന്ന് പറയുന്ന അജയ്യനായിട്ടുള്ള തൻ്റെ സഹോദരനും തമ്മിൽ രമ്യതയിലെത്തണമെങ്കിൽ എന്ത് വേണം? അവിടെ ബാന്ധവം വേണം. ആ ബാന്ധവത്തിനാണ് ശൂർപ്പണഖ ശ്രമിക്കുന്നത്. ശൂർപ്പണഖ അല്ലാതെ ഒരു രാക്ഷസി വെറുതെ വന്ന് അവിടെ ഒളിച്ചിരുന്ന് പിന്നെ അവരുടെ മുമ്പിലേക്ക് ചാടി വീണ് ഇങ്ങനെ ചെല്ലുന്ന, നമ്മൾ ഈ ഇതിനകത്ത് കാണുന്ന ഹ ഹ ഹ എന്ന് പറയുന്ന രാക്ഷസി അല്ല. നമുക്ക് പിക്ചറൈസ് ചെയ്തേക്കുന്നത് അങ്ങനെ. അതെ, ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിപ്ലോമാറ്റിക് സംഭാഷണമാണ് അവിടെ ഉണ്ടായത്. ആ സംഭാഷണത്തിന്, അതായത് രാജ്ഞിക്ക് തുല്യമായ പോഷണം, രാജ്ഞിയാണ്, അവര് അന്തസ്സോടുകൂടിയാണ് പറയുന്നത്, അല്ലാതെ രഹസ്യമായിട്ടല്ല. ആ പറയുന്ന ഡിപ്ലോമാറ്റിക്കായിട്ട് നടത്തുന്ന ആ സംഭാഷണത്തിനെയാണ് ലക്ഷ്മണൻ പെട്ടെന്ന് ദേഷ്യം വന്ന്, രാമനത് ഇഷ്ടപ്പെട്ടില്ല. ലക്ഷ്മണന്റെ പല പ്രവൃത്തികളും രാമന് ഇഷ്ടമല്ല. ലക്ഷ്മണൻ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു. അതെ. അപ്പോൾ വത്സേ സൗമിത്രേ കുമാര നീ കേൾക്കണം,
മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ എന്ന് ആ എഴുത്തച്ഛൻ മനോഹരമായിട്ട് ഇത് വർണ്ണിച്ചിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ സന്ദർഭത്തിലാണ് ഈ വരികൾ വരുന്നത്. ഞാൻ പറഞ്ഞത് ലക്ഷ്മണൻ ചാടിക്കേറി അങ്ങ് അടിച്ചു കളഞ്ഞു. ഇല്ലായിരുന്നു എങ്കിൽ ശൂർപ്പണഖയുടെ ഒരു നയതന്ത്രപരമായ ഇടപെടൽ മൂലം ഈ സ്ത്രീകൾ എപ്പോഴും യുദ്ധത്തിനെതിരാണ്. പലപ്പോഴും യുദ്ധം ഉണ്ടാകാതിരിക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിക്കും. ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ അറ്റം കണ്ടിട്ട് സ്ത്രീകൾ ഉണ്ടാകുന്നെങ്കിൽ അതിന് കാരണം അവരുമായിരിക്കും. അതെ, പിന്നെ സ്ത്രീ ഒരു യുദ്ധത്തിന് സമ്മതിക്കില്ല. സമ്മതിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ അന്ത്യം കാണാതെ അവർ നിർത്തുകയുമില്ല. ആ ശൂർപ്പണഖയുടെ ഏറ്റ മുറിവുകൾ, ശൂർപ്പണഖയ്ക്ക് ഏറ്റ പരിക്കുകൾ നയതന്ത്രപരമായിട്ടുള്ള വലിയൊരു മുറിവായി. അതാണ് പിന്നീട് സീതയുടെ അപഹരണത്തിലേക്ക് വരുന്നത്. ഓക്കെ. അതിന് പക്ഷേ ഇങ്ങനെ ഒരു ഡയമെൻഷൻ നമ്മളിലൊക്കെ പ്രചരിച്ചെത്തിയത് മറ്റൊരു ഡയമെൻഷൻ. അതെ, സീതയെ രാവണൻ കൊണ്ടുപോയിട്ട് അപ്പൊ അതിനൊരു ശാപകഥയൊക്കെ പറയുന്നുണ്ട്. രാവണൻ എന്തോന്ന് ശാപം, ഇതിനെ 9 നവഗ്രഹങ്ങളെ തൻ്റെ ചവിട്ടുപടിയാക്കിയ ലോകത്തൊന്നിനെയും ഭയക്കാത്ത രാവണന് അങ്ങനൊരു ശാപത്തിനൊന്നും ഭയമുള്ള ആളല്ല. പിന്നെ രാവണന് അങ്ങനെ ഒരു സീതയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്യണം, കാരണം മണ്ഡോദരിയുടെ സൗന്ദര്യമൊന്നും സീതയ്ക്കില്ല. മണ്ഡോദരിയുടെ സൗന്ദര്യമൊന്നും ഒരിക്കലും സീതയ്ക്കില്ല. മണ്ഡോദരിയുടെ സ്വഭാവവിശേഷങ്ങൾ ഒരിക്കലും സീതയ്ക്കില്ല. മണ്ഡോദരിയുടെ സ്വഭാവവിശേഷങ്ങൾ സീതയ്ക്കില്ല. അതുകൊണ്ടാണ് ഭാരതീയരായിട്ടുള്ള പഞ്ചനാരിമാരിൽ സീതയുടെ പേര് വരാത്തത്. സീത അത്ര ഉജ്ജ്വലമായ കഥാപാത്രമൊന്നുമല്ല, പക്ഷേ പിന്നീട് സീതയുടെ നിലപാടുണ്ട്. ഈ രാമപുത്രന്മാരുടെയും ഒക്കെ നിലപാടുള്ള സ്ത്രീയാണ് സീത. ആ നിലപാടാണ്, അല്ലാതെ രാമന്റെ ഭാര്യയായിരുന്നു എന്നുള്ളതല്ല സീതയെ പിന്നീടെങ്കിലും മറ്റുള്ളവർ ബഹുമാനിച്ചിരുന്നത്. ആ സീത രാമന്റെ പുറകിന് പോയില്ല, ഭൂമി പിളർന്ന് അന്തർധാനം ചെയ്തു എന്നാണ്. രാമൻ പരാജയപ്പെട്ട ഒരു മനുഷ്യനല്ലേ? വീരസ്വർഗമാണോ രാമന് കിട്ടിയത്? എങ്ങനെയായിരുന്നു രാമന്റെ അവസാനം? ഞാനിത് നിർത്തുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, രാമന്റെ അവസാനം ഇന്നത്തെ ഹിന്ദു സമൂഹത്തിനൊരു മാതൃകയാണോ? രാമായണത്തിനെ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് രാമന്റെ അന്ത്യകാലം ഒരു മാതൃകയാണോ? വീരയുദ്ധത്തിൽ പൊരുതി വീണ രാവണനാണോ, അതോ ജീവിത യുദ്ധത്തിൽ പരാജയപ്പെട്ട രാമനാണോ ഭാരതീയരുടെ ആദർശമൂർത്തി? ഇത് രണ്ടിനകത്തും ശരിയും തെറ്റുമുണ്ട്. ഇത് നോക്കാൻ പോയാൽ ഒരിക്കലും നമുക്ക് ഒരു ഉത്തരം കിട്ടത്തില്ല. മറിച്ച് രാമായണത്തിനെ വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഗസ്ത്യൻ ഈ 3 ഋഷിമാരിലൂടെ അവരുടെ പരിശീലനത്തിലൂടെ കാണേണ്ട ഒരു അമൂല്യ നിധിയാണ്. കോരി കുടിക്കേണ്ട ഒരു കർക്കിടക കഞ്ഞിയെപ്പോലെ പാനം ചെയ്യേണ്ട, ശരീരത്തിൻ്റെ അഗ്നിശുദ്ധി വരുത്തുന്ന പവിത്രമായ ഒരു വപുസ്സാണ്, ഒരു നെയ്യാണ് രാമായണം. വാക്കുകൾ കൊണ്ട് വരച്ചിടാൻ സാധിക്കാത്ത വാങ്മയമാണ് മഹാകവി, ആദികവി നമുക്ക് വേണ്ടി വരച്ചിട്ടിരിക്കുന്നത്. ഈ ആഭിചാരത്തെ പറ്റിയൊക്കെ അങ്ങ് ഇടയ്ക്ക് മെൻഷൻ ചെയ്തിരുന്നു. ഈ മന്ത്രം ഉപയോഗിച്ച് മറ്റൊരാൾ, അതുപോലെ തന്നെ ഈ പിന്നെ തളയ്ക്കൽ, ബന്ധനം, ഇതൊക്കെ പ്രായോഗികമായ കാര്യങ്ങളാണോ ഇതൊക്കെ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള മൂർത്തികളെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണാം. ഒരു ശക്തിക്കെതിരെ വേറൊരു ശക്തി ഇന്നുവരെ ഇല്ലാതിരുന്ന പുതിയ ഒരു രൂപത്തിനെയും ഭാവത്തിനെയും സൃഷ്ടിച്ച് അതിനെതിരെ അവിടേക്ക് വിട്ടു. ഞാൻ ഇതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. കോക്രോച്ചാണോ ഉദ്ദേശിച്ചത്? അതെ, അത് മുമ്പുണ്ടായിരുന്നതല്ല. ഒരാവശ്യത്തിന് ആരൊക്കെയോ ചേർന്ന് സൃഷ്ടിച്ച അതൊരു ദേവതയാണ്. ആ ദേവതയ്ക്കൊരു സൃഷ്ടിച്ച ഒരാളുണ്ടാവും, അവരുടെ ഒരു ഉദ്ദേശം ഉണ്ടാകും. ആ ഉദ്ദേശം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ വിറച്ചു പോയില്ലേ?
അതെ, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും അത് വലിയ, അപ്പം ഇത് തന്നെയാണ് ഇതേ രീതിയിൽ ചെയ്യുന്ന വലിയ സ്ട്രാറ്റജികളാണ് മന്ത്രവാദത്തിൻ്റെ അടിസ്ഥാനം. ഈ ഷഡ്കർമ്മങ്ങൾ, സ്തംഭനം, ഉച്ചാടനം, മാരണം തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സ്ട്രാറ്റജികളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇപ്പം ഞാൻ സതീഷിന് ദ്രോഹം ചെയ്യാൻ വേണ്ടി എനിക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതൊരു കാലം കഴിഞ്ഞ് എന്നിലേക്ക് തിരിച്ചു വരുമെന്ന് ചിന്തിക്കുന്നതിൽ കാര്യം. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന, ഇപ്പോൾ അങ്ങ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തി, നിങ്ങൾ രണ്ടുപേരും എനിക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തി, എന്നെ ഒരു പ്രത്യേക ട്രാപ്പിൽ പെടുത്തി. കുറച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ആത്മബലം കൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുമ്പോൾ അപ്പോൾ പിന്നെ ഇതാര് ചെയ്തു, അത് നിങ്ങളിലേക്ക് വരും. സ്വാഭാവികമായിട്ടും അത് തിരിച്ച് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ നടത്തിയ ഗൂഢാലോചനയാണ് എന്ന് എനിക്കത് തെളിയിക്കാൻ പറ്റും. അതേ രീതിയിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങളും. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ മന്ത്രവാദത്തിനെ അന്ധവിശ്വാസികളാണ് ഉപയോഗിക്കുന്നത്. ഒരിടത്ത് പോയിരുന്ന് കുത്തിയിരുന്ന്, ഇപ്പോൾ എനിക്കെതിരെ സ്ഥിരമായിട്ട് മന്ത്രവാദം ചെയ്യുന്ന 8 പേരെ എനിക്കറിയാം. അതിലൊരു പത്തനംതിട്ടക്കാരൻ കുത്തിയിരുന്ന് മന്ത്രവാദം ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കാര്യം ഉണ്ടാവും? ഇല്ല. അയാള് എൻ്റെ എതിർഭാഗത്ത് വന്ന ദിവസം തൊട്ട് ഞാൻ നന്നാവാൻ തുടങ്ങി. എൻ്റെ കൂടെ നടന്ന സമയത്ത് ഞാൻ അനുഭവിക്കാത്ത ബുദ്ധിമുട്ടുകളില്ല. ഈ മന്ത്രവാദമൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ നന്നാവാൻ തുടങ്ങി. ജിക്ക് നമ്മുടെ ഫുട്ബോളില് കേപ്പവാട് ഒരു സ്റ്റേഡിയത്തിൽ ഇരുന്നുകൊണ്ട് മന്ത്രവാദം ചെയ്തു, മന്ത്രവാദിനെ കൊണ്ടുവന്നു. അതെ. അപ്പോൾ ഈ മന്ത്രവാദം എന്ന് പറയുന്ന അന്ധവിശ്വാസമുണ്ട്, മന്ത്രവാദം എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജികൾ, അത് ആരാണത് ആ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് വളരെ രഹസ്യമാണ്. അതിനെ ഒരു ഘട്ടമൊക്കെ നമ്മളത് അനുഭവിക്കേണ്ടി വരും. നമ്മളറിയാതെ നമുക്കെതിരെ ഒരു സ്ട്രാറ്റജി രൂപപ്പെട്ട് അത് നമ്മളെ ബാധിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മബലം കൊണ്ടും നമ്മളുടെ ഉദ്ദേശശുദ്ധി കൊണ്ടും നമ്മൾ ആ കെട്ടിനെ അഴിച്ചെടുക്കാൻ പറ്റും. ആ കെട്ടിനെ അഴിച്ചെടുത്താൽ അത് വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അതിന് ആത്മബലമാണ് പ്രധാനം. ഇതിന് ആത്മബലം, ഗുരുത്വം, കർമ്മശുദ്ധി, ഉദ്ദേശശുദ്ധി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ല, നിങ്ങളുടെ കർമ്മം നല്ലതാണെങ്കിൽ, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ ഒരു ബാധാമൂർത്തി നിങ്ങളെ ബാധിക്കില്ല. അത് മാത്രമല്ല, ഏറ്റവും കോമഡി എന്താണെന്നറിയോ? ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഒരടയാളമാണ് നെറ്റിയിൽ കുറി തൊടുക, കയ്യിൽ ചരട് കെട്ടുക. അപ്പോൾ അത് വളരെ ബഹുമാന്യരായ വ്യക്തികളും ഒരുപാട് തപസ്സുള്ളവരും ഇതിനകത്തുണ്ട്. അവരുടെ പേരിൽ ചില ചാണകങ്ങൾ പുറത്തു നടക്കും. ഈ ചാണകങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യും? ചില ആൾക്കാരെടുത്ത് ഈ പേര് ഉപയോഗിച്ചിട്ടായിരിക്കും ഇവർ സംസാരിക്കുന്നത്. ഈ പേരെടുത്തായിരിക്കും ഇവർ അവിടെ ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ദേവതയാണ് വാരാഹി. വാരാഹി വീര്യനന്ദിതായേ നമ. ഈ വാരാഹിയൊക്കെ വെച്ചിട്ട് ഏതൊക്കെ മൂർത്തികളെ കൊണ്ടാണ് ഇവർ ഇത് ചെയ്യിക്കുന്നത്. ഇതിനകത്ത് ജാതീയതയുണ്ട്. ഈ മോശം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ താഴ്ന്ന ജാതിക്കാരുടെ മൂർത്തികളെ കൊണ്ടേ പറ്റൂ. ഇതാണ് പലരുടെയും ഒരു. അതുകൊണ്ട് അത്തരത്തിലുള്ള മൂർത്തികളെ കൊണ്ട് നീചകർമ്മങ്ങൾ ചെയ്യും സാധാരണ ജനങ്ങളുടെ മൂർത്തി എന്നാണ് ഈ ആൾക്കാർ വിശ്വസിക്കുന്നത്. പക്ഷേ സാധാരണക്കാരുടെ മൂർത്തികളൊന്നും തന്നെ അത്തരത്തിലുള്ളതല്ല. മാടൻ മഹാനടനം ചെയ്യുന്നവനാണ്. മറുത മറ്റേ അമ്മയാണ്, ഭഗവതിയാണ് മറുത. ഇത്തരത്തിലുള്ള ഒരു ദേവതയും, ഈ പറയുന്ന ആഭിചാരത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ദേവതയുമില്ല. ഈ പറയുന്ന സംഘടനയുടെ പേരുകളൊക്കെ ചിലർ മോശമാക്കുന്നത് പോലെ ഇതിനെ എടുത്തു വെച്ച് ഞാൻ ആ സംഘടനയുടെ ആളാണെന്നൊക്കെ പറഞ്ഞ് ഈ കാശ് വാങ്ങിക്കുന്ന, കിരീടത്തിനകത്ത് മോഹൻലാലിൻ്റെ കൂടെ നടക്കുന്ന കൊച്ചിൻ ഹനീഫയെ പോലുള്ള ചില മന്ത്രവാദിമാരുണ്ട്. ജഗതിയെ പോലെയൊക്കെയുള്ള ചില മന്ത്രവാദിമാരുണ്ട്. ഇവരുടെ ഉപജീവനമാണ്, തട്ടിപ്പാണ് ഈ മന്ത്രവാദം. കുമ്പിടി. അതെ, രാമായണത്തിനകത്തും ഇത്തരത്തിലുള്ള രാമായണത്തിന്റെ പല പാഠഭേദങ്ങളിൽ ഇത്തരത്തിലുള്ള ആഭിചാരങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ഇപ്പോ വയനാടൻ രാമായണം എന്ന് പറഞ്ഞൊരു രാമായണമുണ്ട്. വയനാടൻ രാമായണത്തിൽ ഈ ആഭിചാരത്തിന്റെ കഥകൾ നിറയുണ്ട്. ഇവിടെ ജനിച്ചതാണ് വയനാടൻ രാമായണത്തിൽ, നമ്മുടെ കുടകിലാണ് രാമനും ലക്ഷ്മണനും ജനിക്കുന്നത്. അപ്പോ ഇവര് രാവണൻ വയനാട്ടിലെ രാജാവാണ് അതിനകത്ത്. അപ്പോൾ ഈ ചേട്ടനെയും അനിയനെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് രണ്ടാനമ്മ മന്ത്രവാദം നടത്തും.
അപ്പോൾ ഇവർക്കൊരു ദുർബുദ്ധി തോന്നും, കേരളത്തിലേക്ക് പോകണം. കേരളത്തിൻ്റെ മണ്ണിൽ കാല് വെച്ച ഉടനെ രാവണനും ലക്ഷ്മണനും തമ്മിൽ അടിയാവും. സീത രാവണനെ കണ്ട് സ്നേഹിച്ച് രാവണന്റെ കൂടെ അങ്ങ് പോകും. ഓ, അങ്ങനെയാണ് അതിന്റെ വയനാടൻ ആദിവാസികളുടെ രാമായണത്തിലെ കഥയാണിത്. തിരിച്ച് ഇവര് അകത്തേക്ക് ഈ കേരള നാട് കടന്ന് കൊടക് നാട്ടിലേക്ക് എത്തിയപ്പോൾ ഇവർക്ക് വീണ്ടും ബോധം വന്നു. അപ്പോൾ ഈ അനിയൻ ചേട്ടനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഇരുന്നു. അപ്പോൾ ആ സമയത്ത് അതിനകത്ത് ദുഃഖിതനായിട്ട് ലക്ഷ്മണൻ ഒരു ചിത കൂട്ടി. ആ ചിത കൂട്ടിയ സമയത്ത് അതിനകത്ത് കിടന്ന് മരിക്കാൻ തുടങ്ങിയപ്പോൾ രാമൻ മുകളിലേക്ക് ഒരു അമ്പ് ചെയ്തു. മുകളിൽ നിന്ന് ഇലിപ്പ എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട് കൊടകിലേക്ക് പോകുന്ന വഴിക്ക്, ഇലിപ്പ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിന്റെ കഥയായത്. ഈ അമ്പ ചെയ്തതുകൊണ്ടാണ് ആ വെള്ളച്ചാട്ടം വന്നതെന്ന്. ഈ നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റൽ അഡ്രസ് ഉള്ളത് രാമന്റെ പേരിലാണ്. പക്ഷെ സ്വന്തമായിട്ടൊരു തപാലോ ഇതുള്ളത് അയ്യപ്പന് മാത്രമേ ഉള്ളൂ. അയോധ്യ പോലും രാമന് സ്വന്തമായിട്ടൊരു പിൻകോഡ് കിട്ടിയിട്ടില്ല. പക്ഷെ അത് അയ്യപ്പന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഈ ശബരിമല കാടുകളിലും ഈ ശബരിയുടെയൊക്കെ കഥയുണ്ടല്ലോ. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഗുജറാത്തിൽ ഡാങ് എന്ന് പറയുന്ന ഒരു ജില്ലയിൽ ശബരി കുംഭം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേള സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ശബരി കുംഭം സംഘടിപ്പിക്കുന്നത്. ശബരിയുടെ കഥ അവിടെയാണ്. ക്യാരയാവു മാരോ രാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദിവാസികളുടെ ഇടയിൽ ഈ പാട്ട് വളരെ പ്രശസ്തമാണ്. ആദിവാസികൾ ഇന്ത്യയിലെ ആദിമ ജനത രാമായണത്തിനെ നെഞ്ചിലേറ്റിയതുപോലെ വേറെ ഒരു സമുദായത്തിനുമില്ല. ഇപ്പോൾ നമ്മുടെ ഛത്തീസ്ഗഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില വിഭാഗത്തിൽപ്പെട്ടവർ ശരീരം മൊത്തം ഈ മന്ത്രാക്ഷരം കുത്തി രാമ രാമ എന്നുള്ള മന്ത്രാക്ഷരം കുത്തി വെച്ചിരിക്കുക. ഈ ദശരഥന്റെ മകൻ രാമനെ അല്ല അവർ ചെയ്തിരിക്കുന്നത്, അതൊരു മന്ത്രമാണ്. അഗ്നിബീജവും ജലബീജത്തിന്റെയും കൂടെ ഒരു പ്രത്യേക കോമ്പിനേഷനാണ് ഈ രാമ. ഈ ദശരഥന് മകൻ ജനിക്കുന്നതിന് മുമ്പേ രാമമന്ത്രം നിലവിലുണ്ട്. ഈ അദ്ദേഹം രാമന് പേരിട്ടതാണ്. ഇപ്പോ ചേട്ടന്റെ പേര് ഗോവിന്ദൻകുട്ടി എന്ന് ഉള്ളത് മുമ്പുണ്ടായിരുന്ന ഒരു പേരിൽ നിന്ന് നമുക്ക് എടുത്തിടുന്നതാണ്. അതേ രീതിയിൽ ഈ രാമ എന്നുള്ളതൊരു മന്ത്രമാണ്. അതുകൊണ്ടാണ് ഈ രാമനാമം ജപിക്കണം എന്ന് പറയുന്നത്. ശരീരത്തിലെ പിത്തം ശുദ്ധീകരിക്കപ്പെടും. അതായത് ജലത്തിന്റെ രൂപത്തിലിരിക്കുന്ന അഗ്നി, ആ അഗ്നിയുടെ ശുദ്ധീകരണമാണ് രാമമന്ത്രത്തിലൂടെ നടക്കുന്നത്. കർക്കിടക മാസത്തിൽ ഈ മന്ത്രം ഉച്ചരിക്കുന്നത് അഗ്നിയുടെ ബലം വർദ്ധിക്കാൻ ഏറ്റവും നല്ലതാണ്. കാരണം അഗ്നിയുടെ ബലം ഏറ്റവും കുറയുന്ന സമയമാണ്. സമയമാണ്. ഓക്കെ, നമസ്കാരം. നമസ്കാരം.